നമ്മൾ പിള്ളേരെ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഏറ്റവും എളുപ്പം മൈദയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി. അതിന് ആദ്യം വേണ്ട സാധനം ഇതിൻ്റെ ആരെങ്കിലും തുള്ളി വേണം, ഇല്ലെങ്കിൽ തീ കൂട്ടി വെച്ചിട്ട് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കട്ട് ചേർത്തില്ല. ആദ്യം നമ്മൾ പരിപാടി തുടങ്ങുമ്പോൾ ഊറിൽ വെച്ച വെള്ളം തീർന്നില്ല, വെള്ളം എണ്ണയല്ല വെള്ളമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചാണ്. നമ്മൾ തേങ്ങ അതിനകത്ത് വീഴുന്നുണ്ട്, ആ തേങ്ങ പൊട്ടിച്ച് കിട്ടുന്ന വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം. ശ്രദ്ധിച്ചാണ് ഞങ്ങൾ പൊട്ടിച്ച തേങ്ങയുടെ വെള്ളം ഇതിനകത്ത് കേട്ടോ. ഇനി വെള്ളം ചൂടായി കഴിഞ്ഞിട്ടാണ് ഇനി നമ്മുടെ കലാപരിപാടി. നമ്മൾ വെള്ളം അവിടെ തിളയ്ക്കാൻ വരുന്നത് ഇത് ബട്ടറൊക്കെ ചേർത്ത് നമ്മുടെ മൈദ വിട്ട് വിട്ട് കുഞ്ഞു കുഞ്ഞു പീസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് വെള്ളത്തിലുണ്ടാകും. കണ്ടല്ലോ, ഇതിൻ്റെ ഈ സാധനമാണ് ഉരുട്ടിരിക്കുന്നത്. കണ്ടോ, ക്യാമറ കൊണ്ടോടെ വെള്ളം തിളച്ചിരിപ്പുണ്ട്. ഈ വെള്ളത്തിൽ നമ്മൾ പൊരിക്കിടുക. അതിനകത്ത് ചേർക്കാൻ വേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. ഇത് മൈദ കുഴച്ച് ബട്ടർ ചേർത്ത് ഉരുട്ടിക്കുന്നതാണ്. മൈദ കുഴച്ച് ബട്ടർ ചേർത്ത് ഉരുട്ടിയിലെ ഒരു പ്രശ്നമുണ്ട്. ഈ സാധനം നമ്മുടെ കൈ കിട്ടത്തില്ല കേട്ടോ, ശ്രദ്ധിച്ചോ. ഇതേ കുറച്ച് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് വേവും. ഒരു സൈഡ് വേവും. ഇത് കണ്ടോ, ഒരു സൈഡ് വേവുമ്പോൾ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കിട്ടുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതെ നല്ല ഭംഗിക്ക് കിടക്കും കേട്ടോ. ഇത് വെന്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി സാധനങ്ങൾ നമുക്ക് ചേർക്കാം. ഇത് വേണ്ടല്ലോ, എല്ലാ സാധനവും സെറ്റായി കേട്ടോ. ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ ചെറിയ ഇത് കേട്ടോ നോക്കണം കേട്ടോ. നമ്മളിതിനകത്ത് ജീരകവും അങ്ങനത്തെ സാധനങ്ങൾ ചേർത്ത വെള്ളം, അതുകൊണ്ട് വേവും നമുക്കൊരു മണം അടിക്കും. നമുക്കറിയാലോ ഒരു എന്തായാലും സാധനം എന്തേൻ്റെ മണം നമുക്ക് കൃത്യമായിട്ട് അടിക്കില്ല. അതുപോലെ ശ്രദ്ധിച്ചു വേണം കേട്ടോ. അങ്ങോട്ട് ഇങ്ങോട്ട് പറ്റാതെ ഇറങ്ങി വെള്ളമൊന്നും കളയരുത്. വെള്ളത്തിനകത്തുണ്ടെങ്കിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാൻ പറ്റുന്നുണ്ടോ. ഇതെങ്ങനെ കിട്ടും ഒരു 15 മിനിറ്റ് കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കി ചേർക്കും. ഇതിനകത്ത് ഇനി ബാക്കി ചേർക്കാൻ സാധനങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ മൈദ ഉരുട്ടിയിട്ടത് വെന്ത് സെറ്റായിട്ടുണ്ട്. മൈദ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി തേങ്ങ ചേർക്കാൻ പോകും കേട്ടോ. തേങ്ങ ചുമ്മാ ഇടല്. തേങ്ങ നന്നായിട്ട് കൈകൊണ്ട് ഞെരടി, പാത്രത്തിലിട്ട് ഞെരടി ഇട്ടാലും കുഴപ്പമില്ല. ശ്രദ്ധിക്കണം, നല്ല ഞെരടി അങ്ങോട്ട് വെറ്റായിട്ട് നന്നായിട്ട് കൊണ്ട് ഇളകണം. വെള്ളം ഒത്തിരി വേണ്ട കേട്ടോ, കാരണം വെള്ളം നല്ല ജ്യൂസായിട്ടിരിക്കണം. ചുമ്മാ വെള്ളമായിട്ട് നമ്മൾ കോരി കൊഴിക്കാൻ പറ്റില്ല. അതായത് കോരി ഇതിനോട് ചേർന്നാണ് കേട്ടോ. ഓക്കെ, ഇനിയുണ്ട് കേട്ടോ സാധനങ്ങൾ. തീർന്നില്ല. അതിനകത്ത് സ്വല്പം മൈദയുണ്ട്. ഇതിനകത്ത് ബാക്കി ഉള്ള പഞ്ചസാരയും ജീരകവും ഏലക്കയും പൊടിച്ചാണ് കേട്ടല്ലോ. ഈ മൈദ എന്നറിയോ, വെള്ളം വെന്ത് കറക്റ്റ് വെള്ളമാണെന്നുണ്ടെങ്കിൽ കൊഴുപ്പാണെന്നുണ്ടെങ്കിൽ മൈദ ഒരിക്കലും പിന്നെ ചേർക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ശക്കലം മൈദ ചേർക്കണം. ഇതിനകത്ത് എല്ലാ സാധനവും ഒന്നുകൂടെ കേട്ടോ. പഞ്ചസാര, ജീരകം, ഏലക്ക, മൈദ. ആഹാ, ഏലക്ക അങ്ങോട്ട് വീണ് കഴിഞ്ഞപ്പോൾ എന്നാ മണം. ഏലക്കയും ജീരകവും മണം വീണ് കഴിഞ്ഞപ്പോൾ എന്നാ മണം അടിക്കുന്നത്. മൊത്തം സെറ്റായി കേട്ടോ. കളയല്ല കേട്ടോ, പൊടിച്ച് വെക്കണമൊക്കെ പാത്രത്തിൽ നിന്ന് കൃത്യമായിട്ട് ഇട്ടോണം. കേട്ടോ, ഞങ്ങളെല്ലാം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അവിടെ ഞങ്ങൾ കഴിക്കാൻ കുറച്ച് പിള്ളേരേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് വേറെ ഉണ്ടായിക്കോളും. ഇതാണ് വെള്ളത്തിലുണ്ടയുടെ റെസിപ്പി. കണ്ടല്ലോ, അയ്യോ ഇത് പേര് പറയും. ഇതാണ് നമ്മുടെ വെള്ളത്തിലുണ്ട കേട്ടല്ലോ. ഇനി നമ്മൾ തീ നിർത്തുവാണ്. നിർത്തി എന്നായിരിക്കുമല്ലേ. ഇനി നമ്മൾ പിള്ളേർക്ക് സെർവ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. ചൂടോടെ ഒരു ശക്കലം തണുത്തോട്ടെ കേട്ടോ. ഈ ഉരുളിക്ക് ഇത്ര കട്ടി കൂടുതലായിട്ട് ഒരു ശക്കലം താമസിക്കും തണുക്കാൻ. ഇപ്പോൾ നമ്മൾ തെറ്റാക്കും. അടുത്ത പാത്രം എടുത്തു മൂത്ത് കഴിക്കാൻ വെച്ചു. അച്ഛനും മോനും കഴിച്ചു എങ്ങനെയാണെന്ന് കഴിച്ചേ. അടിപൊളിയാണോ? ചൂടുണ്ടോ? ചൂടില്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഒരു മൂർച്ച നീ കൂടെ നീങ്ങുന്നു മതി. ഇല്ല നല്ല വിചാരിക്കും നിന്റെ കൈ കൊടുത്താ വന്നേന്ന്. അതല്ല ഇത് ഇട്ടപ്പോഴേ മറ്റേ ബ്രാക്കിട്ട് മറ്റേ സിനിമ ശുഭം എന്ന് കൊടുക്കത്തില്ലേ, ഈ ചട്ടിക്കകത്ത് ഇത് അവസ്ഥ. ഞങ്ങളുടെ ചട്ടിയുടെ അവസ്ഥ ഇതാണ്.
മോനെ ഇതിൻ്റെ യഥാർത്ഥ